കാണാൻ പോകുന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ വേണ്ടി പറയാൻ പോകുന്നത് പിന്നെ കാണാൻ പോകുന്ന എപ്പിസോഡിൽ ഷാനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു നിസ്സഹായ അവസ്ഥയിൽ ഷാനിയെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് നമ്മൾ സത്യമോള് കേട്ടോ. അതുപോലെ തന്നെ പപ്പി മോൾക്കും താൻ ഒപ്പിച്ച് വെച്ച ഈ കുസൃതികളെല്ലാം കൂടി ചെന്ന് അത് എവിടെ കൊണ്ടുവന്ന് നിൽക്കുമെന്ന് അറിയാത്തൊരവസ്ഥയിൽ പപ്പി മോള് നിൽക്കുന്നതാണ്. അവർ സ്കൂളിൽ എന്താണ് നാഷണൽ ടാലൻറ്റ് അവാർഡ് ഈ കുട്ടികൾക്കെല്ലാം കിട്ടിക്കുക. അതായത് ശാലിനിയുടെ കുഞ്ഞായ സത്യമോക്കും പപ്പിമോക്കും അതുപോലെ തന്നെ ആ മറ്റൊരു ഇവരോട് വഴക്കൂടാൻ പോകുന്ന രമേശ് എന്ന് പറഞ്ഞൊരു ചെറുക്കനുണ്ടല്ലോ, ആ ചെറുക്കൻ മറ്റൊരു കുട്ടിയും കൂടി ചെന്നാണ് ഈ അവാർഡുള്ളത്. അപ്പോൾ സ്കൂളിൽ വരുമ്പം ഈ അവാർഡ് മേടിക്കാൻ എല്ലാവരും അവരുടെ പാരൻസുമായിട്ട് വരണമെന്നാണ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് പ്രകാരം സത്യമോൾ അച്ഛനെ കൊണ്ടുവരുമെന്ന് വെല്ലുവിളിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ റിവ്യൂ കാണുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ മിസ് കമൻസും ഷെയർ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് കാണിക്കുന്ന കാര്യം സത്യമോളുടെ വെല്ലുവിളിയാണ്. അതായത് ആ രമേഷിനായിട്ട് വെല്ലുവിളിക്കുകയാണ്. രമേശ് എന്താണ് ഇപ്പം നോക്കിയാൽ സത്യമോളുടെ പിറകെ നടന്നങ്ങ് ശല്യപ്പെടുത്തുകയാണ്. നിൻ്റെ അച്ഛൻ ആരാ, നിൻ്റെ അച്ഛൻ നീ ഇതുവരെ കൊണ്ടുവന്നല്ലോ, ഏതാത്ത നിനക്ക് അങ്ങനത്തെ ഒരു അച്ഛനൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞ് സത്യമോൾ സ്ഥിരം ശല്യപ്പെടുത്തി കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കളിയാക്കലൊന്നും സഹിക്കാൻ വയ്യാതാവും സത്യമോൾ ലാസ്റ്റ് പറയുകയാണ്, അടിക്കും വഴക്കിനൊന്നും നിന്നിട്ട് കാര്യമില്ല, ഇവൻ്റെ മുന്നേ എൻ്റെ അച്ഛനെ തന്നെ കൊണ്ടുവന്ന് നിർത്തുമെന്ന് പറഞ്ഞ് അച്ഛനെ ഫോൺ വിളിച്ച് ഷാനി വന്നിട്ടും ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഫോൺ എടുക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ഫോൺ എടുക്കാത്ത അച്ഛൻ, അത് അച്ഛൻ എന്ന് പറയുന്നത് നമ്മുടെ പപ്പിമോളാണെന്നാണ് വിളിക്കുന്നത്. ആ പപ്പിമോളുടെ കോള് രാത്രിയാകുമ്പം എന്താണ് നമ്മുടെ സത്യമോൾക്ക് വരുന്നുണ്ട്. അപ്പോൾ സത്യമോൾ പറയുന്നുണ്ട് അച്ഛൻ ഉറപ്പായിട്ട് സ്കൂളിൽ വന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അച്ഛനോട് മിണ്ടത്തില്ല, ഞാൻ ഇനിത്തോട്ട് സ്കൂളിൽ പോയി ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല എന്നൊക്കെ പറയുമ്പം ഇത് നമ്മുടെ ഷാനി കേൾക്കുക. അപ്പോൾ ഷാനി കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഷാനിക്ക് അത് നിസ്സഹായ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. കാരണം സത്യമോൾ ഇത്രയും കടുംപിടുത്തത്തിൻ്റെ വാശിയെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പപ്പിമോൾ ഒരു കുസൃതിക്ക് ഒപ്പിച്ചു വെച്ചാൽ അവളുടെ നല്ല മനസ്സുകൊണ്ടോട് ചെയ്ത കാര്യം തന്നെയാണ് സത്യ അച്ഛൻ എന്ന രീതിയിൽ സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പം സത്യയ്ക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ല. അച്ഛൻ വരുമെന്ന പ്രതീക്ഷ ആ കുഞ്ഞു മനസ്സ് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ തൻ്റെ സുഹൃത്തിൻ്റെ മുന്നിൽ നാണം കെട്ട് പോകത്തില്ലേ അച്ഛൻ വന്നില്ലെങ്കിൽ, ഇനി ഞാൻ എന്ത് ചെയ്യും ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ഷാലിനി ഭയങ്കര സങ്കടത്തിൽ ആലോചിക്കും. കാരണം സത്യമോൾ ആ ഫോണിൽ കൂടെ തന്നെ പറയുന്ന അത്ര കടുംപിടുത്തത്തിൻ്റെ വാശിക്കത ഇനി ഭക്ഷണം കഴിക്കത്തില്ല മാത്രമല്ല ഇനി സ്കൂളിൽ പോലും പോതരാന്നൊക്കെയാണ് സത്യമോൾ അവിടെ വെല്ലുവിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ട് ഷാനി ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ എന്ന് ഭയങ്കര ടെൻഷനിൽ പോകുന്നതാണ് കാണിക്കുന്നത്. ടെൻഷനെ നടുക്കൊക്കെ ഷാനി ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ അങ്ങനെ ഞാൻ എന്താണ് മാനസികമായി തളർത്തി കളയത്തില്ല, അവളുടെ മനസ്സിന് വേദനിക്കാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ പരിഹരിക്കുന്നു. ഷാനി ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണ് കേട്ടോ. കാരണം നാളെ ദിവസം അവൾ അച്ഛൻ വന്നില്ല എന്ന സങ്കടം അവൾക്ക് കൊടുക്കത്തില്ല എന്ന് ഉറച്ച് തന്നെ ഷാനി തീരുമാനിച്ചു വയ്ക്കുക. ഇവിടെ പപ്പിമോളാണെങ്കിലോ വീട്ടിൽ ചെന്ന് ഇങ്ങനത്തെ ഒരു അവാർഡ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുമ്പം പപ്പിമോക്ക് വേണ്ടി നാളെ സ്കൂളിൽ വരാക്കുന്ന വിഷ്ണുവും അതിനോടൊപ്പം തന്നെ സത്യഭാമ എല്ലാം വരാൻ നിൽക്കുന്നുണ്ട്. കാണിക്കുന്ന പിറ്റേ ദിവസമാണ്. അപ്പം പിറ്റേ ദിവസം എന്താണ് സ്കൂളിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ സ്കൂളിൽ ഇങ്ങനെ അവാർഡിൻ്റെ പ്രോഗ്രാമിൻ്റെ കാര്യത്തിന് വേണ്ടി എല്ലാ കുട്ടികളും ഇങ്ങനെ എന്താണ് അവാർഡ് മേടിക്കാനേ കാത്തിരിക്കുക. അവർ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ആൾക്കാരും വന്നു കഴിഞ്ഞിട്ടോ. ഇനി വരാൻ ആകപ്പാടെ ഉള്ളത് ഒന്ന് സത്യഭാമയുടെ വീട്ടിൽ നിന്നും മറ്റൊന്ന് നമ്മുടെ പപ്പിമോളുടെ വീട്ടിൽ നിന്ന്. അപ്പം സത്യഭാമയുടെയും പപ്പിമോളുടെയും അച്ഛനും അമ്മേനൊന്നും കാണുന്നില്ല എന്ന് പ്രിൻസിപ്പളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികളെ അവിടെ ഇരിക്കുമ്പോഴും ശല്യപ്പെടുത്തുന്നതിൻ്റെ അത്ര ശല്യപ്പെടുത്തുന്നതാണ് ആ രമേശ് എന്ന ചെറുക്കൻ. രമേശ് ചോദിക്കുക, എടി സമയമായി എന്നിട്ട് നിൻ്റെ അച്ഛനൊന്നും വന്നില്ലോ, നിനക്ക് യഥാർത്ഥം അങ്ങനെ അച്ഛനുണ്ടോ, ദാ ഇന്ന് നീ നാണം കെട്ടാ പിന്നെ നിനക്ക് ഉണ്ടല്ലോ കൂവി നാറ്റം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോൾ എന്താണ്, എടാ മിണ്ടാണ്ടിരിക്കണം കേട്ടോ എന്നൊക്കെ ഒന്ന് വഴക്ക് കൂടാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ സത്യമോൾ പറയുന്നത്, നീ വഴക്ക് കൂടാനൊന്നും പോകണ്ട പപ്പി, എൻ്റെ അച്ഛൻ വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഉറപ്പാണ്, എൻ്റെ അച്ഛൻ വരുമെന്ന് എനിക്ക് വാക്ക് പറഞ്ഞെങ്കിൽ എൻ്റെ അച്ഛൻ വന്നിരിക്കും എന്നൊക്കെ പപ്പിമോളുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ സത്യമോൾ വെല്ലുവിളിക്കും. പപ്പിമോൾക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാവും, ഇവളുടെ വെല്ലുവിളിയൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും ദൈവമേ, ഞാനാണല്ലോ അച്ഛൻ എന്ന രീതി സംസാരിക്കുന്നത്, പാവം സത്യം ഇതൊന്നും അറിയുന്നില്ല, എന്ത് ചെയ്യാൻ, ഇനി വിഷ്ണു അച്ഛൻ വരുമ്പോഴത്തേക്കും വിഷ്ണു അച്ഛനാണ് അച്ഛൻ എന്ന് പറഞ്ഞെങ്കിലും പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പപ്പിമോൾ മനസ്സിൽ തീരുമാനിക്കുവാണ്. അവരിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്ന ബാക്കി എല്ലാവരും വന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് മാത്രം ആൾ വരാതാകുമ്പോഴത്തേക്കും നമ്മൾ സത്യമോൾ എന്താണ് ഒന്നും കൂടെ അച്ഛൻ്റെ അമ്മനെ വിളിക്കുക. അച്ഛൻ്റെ അമ്മയെ വിളിച്ചാൽ ഈ സമയം എങ്ങനെ കിട്ടാനാണ്, അച്ഛൻ്റെ നമ്പർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുക. കാരണം അച്ഛൻ സ്കൂളിൽ ഒപ്പം അടുത്ത ബെഞ്ചിൽ ഇരുന്ന് പഠിക്കുമല്ലേ. അപ്പോൾ സത്യമോൾ ഫോൺ വിളിച്ചിട്ട് കിട്ടാതെ നമ്മൾ സത്യമോൾക്ക് ടെൻഷൻ ആവുക. അപ്പോഴത്തേക്ക് ഈ ചെറുക്കനാണ്, എന്താടി നിൻ്റെ അച്ഛനെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ലേ, നിൻ്റെ അച്ഛൻ ഇന്ന് വരത്തില്ല, നിൻ്റെ കള്ളത്തരങ്ങളൊക്കെ ഇന്ന് തന്നെ പൊളിയെന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് സത്യയ്ക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം. സത്യമോട് പറയുക, എടാ ഞാൻ പറയുന്ന കള്ളത്തരമല്ല, എനിക്കങ്ങനെ കള്ളത്തരം പറയുന്ന ശീലമില്ല, എൻ്റെ അച്ഛൻ ഇന്നലെ എനിക്ക് വാക്ക് തന്നാൽ ഉറപ്പായിട്ട് സ്കൂളിൽ വരുന്നു, എൻ്റെ അച്ഛൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വരും, പിന്നെ ഞാൻ നിനക്ക് വാക്ക് തരുവാണ്, ഇന്ന് എൻ്റെ അച്ഛൻ വന്നിരിക്കും, ഇന്ന് എൻ്റെ അച്ഛൻ വന്നില്ലെങ്കിൽ പിന്നെ എന്നെ ഈ സ്കൂളിൽ നിന്ന് കാണത്ത് പോലുമില്ല, ഈ സ്കൂളിലേക്ക് ഞാൻ വരത്തില്ലെന്ന് മാത്രമല്ല പിന്നെ ആർക്കും ഞാൻ മുഖം തരത്ത് പോലും, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോലും പുറത്താണ്, ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല എന്നൊക്കെ സത്യമോൾ ഭയങ്കര വാശിക്കത് കർക്കശമായിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോൾ ശരിക്കും ടെൻഷനായി ഇരിക്കുവാണ്. കാരണം ഇത് എവിടെ ചെന്നാവും നിൽക്കുന്നതെന്ന് ഒരു എത്തുമ്പോഴില്ല. ആ സമയത്തേക്ക് വിഷ്ണുവിൻ്റെ കാറ് മെല്ലെ വരുന്ന കാണിക്കുന്നുണ്ട്. കാരണം വിഷ്ണു വന്നിട്ടില്ലല്ലോ. അപ്പം വിഷ്ണു വരുന്നുണ്ട്. അപ്പം വിഷ്ണുവിൻ്റെ കാറ് വന്നിരിക്കുമ്പം സത്യഭാമയും വിഷ്ണു എല്ലാം എന്ന കാറിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അവർ വരുന്നതിൻ്റെ സമയത്തിന് തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറഞ്ഞിട്ട് ഒരു ബൈക്കിലൊരു വ്യക്തി വരുന്നുണ്ട് കേട്ടോ. ആ വ്യക്തി എന്താണ് ഒരു കോട്ടും അതുപോലെ സൂട്ടൊക്കെ ഇട്ട് നല്ലൊരു ഹാൻഡ്സമായിട്ടൊരു വ്യക്തിയാണ് വരുന്നത്.
നിങ്ങളിത് കാണില്ല. കാരണം ആ അവാർഡ് നടക്കുന്ന ആ ചടങ്ങിൻ്റെ ആ വേദിയിലേക്ക് വരുന്നതിന് മുന്നേ സത്യമോൾ ശരിക്കും കരയേണ്ടി വരുവാണ്. കാരണം ഈ ചെറുക്കൻ പറയുന്നുണ്ട്, എടി സമയം എന്തെന്ന്, ഇപ്പം തന്നെ അവാർഡിൻ്റെ ചടങ്ങ് തുടങ്ങാൻ നിൽക്കും, എന്നിട്ട് നിൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലോ, നീ ഇന്നത്തോടെ നിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പോകണം, ദേ നാളത്തോടെ നിന്നെ ഈ സ്കൂളിൻ്റെ പരിസരത്ത് കണ്ടുപോലും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വഴക്ക് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സത്യമോൾക്ക് ശരിക്കും സങ്കടമാവും. കാരണം അച്ഛൻ എനിക്ക് വരാമെന്ന് പറഞ്ഞ് വാക്ക് തന്നിട്ട് അച്ഛൻ ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ എന്ന രീതിയിൽ എന്നെ പറ്റിച്ചു എന്നതുകൊണ്ട് സത്യമോൾ അങ്ങ് ഭയങ്കര കരയും. അമ്മയും കണ്ടില്ലല്ലോ എന്ന് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുമ്പോഴത്തേക്കും ദാ ഒരാൾ വരുന്നു. വന്നിട്ട് പറയും മോളെ എന്ന് വിളിക്കുമ്പോഴത്തേക്കും സത്യമോൾ ഭയങ്കര ഹാപ്പിയാണ് നോക്കുക. ആ നോക്കുന്നത് ആ സത്യമോളുടെ അച്ഛനായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ, നമ്മുടെ വിഷ്ണു അല്ല. ആ സമയത്താണ് വിഷ്ണുവും വരുന്നത്. അപ്പം സത്യമോൾ അച്ഛൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നതും വിഷ്ണുവും സത്യഭാമയ്ക്ക് ഈ ഒരു കാര്യം കാണുന്നതും ഈ വ്യക്തി ആരാന്ന് മനസ്സിലാവാതെ നിൽക്കുന്നതൊക്കെ ആയിട്ട് ഭയങ്കര ട്വിസ്റ്റിലേക്ക് പോവാണ്. മോൾക്കാണെങ്കിൽ കാര്യം ഒന്നും പിടികിട്ടില്ല. പപ്പിമോളാണെങ്കിൽ എന്താ ഏതാ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സത്യമോൾ എന്താണ്, അച്ഛാ ഇതാണ് പപ്പി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുക. ആ പറയുന്ന രമേശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ വെത്തില്ല, എന്നിട്ട് ഇപ്പം എന്താ എൻ്റെ അച്ഛൻ നിൽക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞാൽ ആ വെല്ലുവിളിക്ക് പകരം വെല്ലുവിളിച്ച് എന്താണ് താൻ ജയിച്ചെന്ന് ഉറപ്പ് വരുത്തുമ്പോഴത്തേക്കും ആ ചെറുക്കനെ കൊണ്ട് ലാസ്റ്റ് സോറി പറയിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സത്യമോളുടെ മുഖത്ത് വരുന്നൊരു സന്തോഷമുള്ളൂ. അത്രയും നേരം സങ്കടമൊക്കെ മാറി അടിപൊളി സന്തോഷം. കാരണം അച്ഛനെ ആദ്യമായിട്ട് കണ്ടല്ലേ. അപ്പോൾ എന്താണ് അച്ഛനെ കണ്ട സന്തോഷം, അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു, അച്ഛനോട് ഭയങ്കര എന്താണ് അത്ര സ്നേഹം പുലർത്തുവാണ്. അപ്പോൾ ശാലിനിയാണ് ഈ പറഞ്ഞ അച്ഛനായി മേക്കപ്പ് ഇട്ട് വന്നിരിക്കുന്നുള്ള കാര്യം സത്യമോളല്ല, നമ്മുടെ പപ്പിമോക്കോ വിഷ്ണുവിനോ സത്യഭാമയ്ക്ക് ആർക്കും കണ്ടിട്ട് പോലും മനസ്സിലാകുന്നത് ഷാനി പണ്ടത്തെ നമ്മുടെ സത്യ എന്ന പെൺകുട്ടി എന്നതിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ ഷാനിയുടെ അതേ ലുക്കിൻ്റെ ഒരു കുറച്ചും കൂടെ റീക്രിയേഷനാണ് കേട്ടോ. അപ്പം താടിയൊക്കെ വെച്ച് ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ട് കറക്റ്റ് ഒരു എന്താണ് ആണിനെ പോലെ തന്നെ ഒരുങ്ങി വന്നിരിക്കുകയാണ് ഷാനി. കാരണം തൻ്റെ മകൾ തോറ്റു പോകാൻ പാടില്ല, അവളിനി സ്കൂളിലേക്ക് പോലും പോകത്തില്ല, സമൂഹത്തിൽ ആരെയും ഫേസ് ചെയ്യത്തില്ല എന്ന് പറയുമ്പം ആ ഒരു അവസ്ഥയിലേക്ക് അവളെ തള്ളിവിടാൻ പാടില്ല. ഞാനല്ലേ ഇത്രയും കാര്യങ്ങൾ ഒപ്പിച്ചു, അവളെ അച്ഛനിൽ നിന്ന് അവളെ മറച്ച് പിടിച്ച ഞാനാണ്. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, എൻ്റെ അനിയത്തിയുടെ ജീവിതത്തിന് വേണ്ടി. അപ്പം പിന്നെ ഞാൻ അവളോട് ഈ ഒരു ദ്രോഹം കൂടെ കാണിച്ചാൽ അത് ശരിയാകില്ല. ഷാലി എന്താണ് സ്വയം ആ വേഷം എടുത്ത് കെട്ടുകയാണ്. മകൾ അച്ഛനായും അമ്മയായും ഷാലി തന്നെ മാറുന്ന ഒരു നിമിഷമാണ് കാണിക്കുന്നത് കേട്ടോ. അനി ഈ ചെയ്തൊരു പ്രവർത്തനത്തിൽ സത്യമോൾ ഹാപ്പിയായി. പക്ഷേ അവരുടെ ഷാലിനെ അടക്കി പിടിക്കുന്ന സങ്കടത്തിൽ, ഷാലിനേക്കാളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടത്തിൽ തകർന്നു പോയി നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അത് മറ്റാരല്ല കേട്ടോ, നമ്മുടെ വിഷ്ണുവാണ്. വിഷ്ണു ഞെട്ടിപ്പോവാണ്. കാരണം സത്യമോളുടെ അച്ഛനോ അപ്പം എൻ്റെ മകളല്ലേ, ഷാലിനി പറഞ്ഞത് സത്യമല്ലേ, ഞങ്ങളുടെ വീട്ടിൽ ചോരയാണെന്ന് പറഞ്ഞിട്ട് ഇതിപ്പം ഷാലിനി വേറൊരാളാണല്ലോ വന്നിരിക്കുന്നത്. ഷാലിനി എന്ത് ഇതിനൊന്നും ഉത്തരം പറയാൻ ഷാലിനെ അവിടെ കാണുന്നില്ല. വിഷ്ണുവിന് ആകപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്ക് വിഷ്ണു പോകുന്നതും അതൊപ്പം തന്നെ സത്യഭാമ എന്താണ് വിഷ്ണുവിൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പം പറഞ്ഞൊരു വാക്ക്, മോനെ നീ വിഷമിക്കണ്ട, ഇന്നത്തോടുകൂടി ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ കാര്യവും റെഡിയാക്കി ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സത്യമോൾ അംഗീകരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതും കൂടെ ഞാൻ ചെയ്താൽ നിൻ്റെ ജീവിതത്തിന് സന്തോഷമാണെങ്കിൽ ഞാൻ അതും ചെയ്യാൻ തയ്യാറാണെന്ന് സത്യഭാമ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് വേണ്ടി വാക്ക് കൊടുക്കും. വിഷ്ണു പറയുന്നത് അമ്മയെ കൊണ്ട് ഒരു കാര്യം നടക്കാൻ പോകില്ല എന്ന്, ഷാലിൻ്റെ മനസ്സ് നോവിക്കാൻ മാത്രമേ അമ്മയ്ക്ക് അറിയത്തുള്ളൂ എന്ന് അവിടെ ഷാലിക്ക് സപ്പോർട്ട് പിടിച്ച് പറഞ്ഞ വിഷ്ണുവിനെ ആകപ്പാടെ തളർത്തിയിരിക്കുകയാണ് ഷാനിയുടെ ഒരു പ്രവർത്തനം. കാരണം ആ വന്ന് നിൽക്കുന്ന ആരാ എന്ന് വിഷ്ണുവിന് മനസ്സിലായതുമില്ല, ആർക്കും മനസ്സിലായില്ല. അപ്പം എന്നും കാണുന്ന അമ്മയെ തന്നെയാണ് ഈ രൂപത്തിൽ കണ്ടത്. നമ്മുടെ സ്മാർട്ടായ സത്യമോക്ക് പോലും മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പം സത്യഭാമ മനസ്സ് ചിന്തിക്കുക, അപ്പം ഇത്രയും കാലം നീ എല്ലാവരെയും പറ്റിക്കുമായിരുന്നല്ലേ, ഇത്രയും നാൾ നിൻ്റെ അടുത്ത് എനിക്കൊരു എന്തെങ്കിലും റെസ്പെക്റ്റ് ഉണ്ട്, ആ റെസ്പെക്റ്റ് എല്ലാം കൂടെ കൊണ്ട് കളഞ്ഞല്ലോ ഷാനി എന്നതിൽ ഷാനിയെ മനസ്സുകൊണ്ട് ഒരുവിധം ശപിക്കുവാണ് നമ്മുടെ ഈ സത്യഭാമ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂ. ഇനി ഇതിന് ശേഷം വമ്പൻ ട്വിസ്റ്റുകളിലേക്ക് പോവാണ്. ഇനി ഇതിന് ശേഷം വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ശേഷമുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ എല്ലാവരും കാണണം. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ കമൻസ് ഷെയർ ആരും മറക്കണ്ട. ബൈ.